എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തണ്ട് കിഴിയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ അടുക്കല്ലേ? പിന്നെന്താ? അല്ല, നീ ആണല്ലോ എടുക്കുന്നത്. നീ തന്നെയല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ ആഘോഷിക്കാനുള്ള തരാട്ടോ. ആ, ഗെയിം ചേഞ്ചർ ആഘോഷിക്കുക. ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ രാം ചരൺ നായകനാവുന്ന സിനിമയാണ്. അതിൻ്റെ അടുത്ത സിംഗിൾ വരുന്നുണ്ട്. ഇന്ന് ആഘോഷിപ്പിൻ. കോടികൾ ഒരുപാട് മുടക്കിയിട്ടുള്ള ഒരു സോങ്ങാണ്. ആള് സോങ്ങിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും. സിനിമയുടെ സ്ക്രിപ്റ്റിനൊന്നും പ്രാധാന്യമല്ല. അതാണ് ഇപ്പോഴത്തെ ശങ്കറിന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. എനിക്ക് സോങ് ചെയ്യാനുള്ളൊരു 300 കോടി മാറ്റി വെച്ചേക്കണം. 5 സോങ് ഉണ്ടാവും. അടുത്തത് ടർക്കിഷ് തർക്കം. സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് കേട്ടോ. ഒരു പറയുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന സംഭവങ്ങളാണ് സിനിമയിലുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഇഷ്യൂ കാരണം ഇത് തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്നു എന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇഷ്യൂ ഉള്ളതായിട്ട് എവിടെയെങ്കിലും ന്യൂസ് വന്നോ? ഇവരുടെ 1-2 സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. വേറെ നമുക്ക് അറിയില്ല കേട്ടോ അതിന്റെ എത്രമാത്രം. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അതെ. ഓക്കെ, എന്തായാലും ഇനി ടർക്കിഷ് തർക്കം കാണാൻ തിയേറ്ററിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ OTT വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതെ. അടുത്ത കിഴി ഡിറ്റക്റ്റീവ് ഉജ്വലൻ. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇതേ എന്താടാ എഴുതിയേക്കുന്നത്? ലീലാവിലാസം. ലീലാവിലാസം തന്നെ ആയിരിക്കും. എന്താണ് അവിടെ നടക്കുന്നത്? വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കേട്ടോ. ധ്യാൻ ശ്രീനിവാസൻ നായകൻ. അടുത്തത് MMN സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല്. ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇത് പറയല്. ഒരു പെട്ടെന്നൊരു പേരിടുന്നു. അതെ, വളരെ പെട്ടെന്ന് പേരിട്ട്. അതെ, ഇനി അതിന് ചടങ്ങൊക്കെ നടത്തണമെങ്കിൽ അതെ അധികം താമസിക്കല്ലേ. അല്ല, ഒരു മറ്റേ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയാവോ? എന്തിനാണ് അനൗൺസ്മെന്റ് വീഡിയോക്ക്? അത് നമ്മൾ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. കേട്ടിട്ടില്ല. ഞങ്ങൾ കുറെ റിക്വസ്റ്റ് ചെയ്തില്ലേ നിങ്ങൾക്കൊരു അനൗൺസ്മെന്റ് വീഡിയോ കൊടുത്തിട്ടൂടെ? അങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത്? അല്ല, അറിയാൻ ചോദിക്കാം. എന്തൊക്കെ പറഞ്ഞു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ വരെ പറഞ്ഞു. അതൊക്കെ ഓക്കെ, ഞാൻ പറയാൻ പറഞ്ഞു വന്നതാണ്. റിക്വസ്റ്റ് ചെയ്യുന്നത് ആജ്ഞാപിക്കുന്നത് തമ്മിൽ രണ്ടും 2 വ്യത്യാസമുണ്ട്. ആജ്ഞാപനായിരുന്നു ചെറിയ രീതിയിൽ. അതായത് ഇത്രേ ഉള്ളൂ. ഇന്ത്യ മൊത്തം അറിയണമെങ്കിൽ, പാൻ ഇന്ത്യൻ ലെവലിൽ ഇത് റീച്ച് ആവണമെങ്കിൽ ഇങ്ങനൊരു സിനിമ നടക്കുന്നുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ അറിയണ്ടേ. അതിന് ഈ പൂജ സ്റ്റീൽസും അല്ലെങ്കിൽ ലൊക്കേഷൻ സ്റ്റീൽസും അങ്ങനെ വന്നാൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. കാരണം ഇത് ആരെങ്കിലും റിയാക്ഷൻ ചെയ്യണം. ഇന്റർനാഷണൽ ആവണ്ടേ. പുഷ്പ പോയ പോലെ ഇന്റർനാഷണൽ ആവണ്ടേ. അതിന് ഒരു വീഡിയോ പുറത്തു വിടൂ. ഓക്കെ, ഞാൻ അവിടെ സമ്മതിക്കൂല. എമ്പുരാൻ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പാലക്കാട്. നമ്മുടെ ലാലേട്ടൻ്റെ പോർഷൻസ് മൊത്തം കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് റൂമേഴ്സ്. അപ്പം ലാലേട്ടൻ വീണ്ടും MMNലേക്ക്. നോ, പിന്നെ അത് ലാസ്റ്റിലേക്കല്ലേ? ഡിസംബർ ലാസ്റ്റിലേക്കാണ്. ഡിസംബർ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പം ഡിസംബർ 10-ാം തീയതി കഴിഞ്ഞിട്ട് MMN ദുബായിൽ തുടങ്ങൂലേ? സെക്കൻഡ് വീക്കില്. അപ്പം ലാലേട്ടനോട് പോകൂലേ? ലാലേട്ടൻ അപ്പൊ പോകുന്നുണ്ടോ നമുക്ക് അറിഞ്ഞൂടല്ലോ. പോവും. പിന്നെന്താ, ഇന്നലെ മെസ്സേജ് അയച്ചത്. അടുത്തത് സൂര്യ 45 സിനിമയുടെ പൂജ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. കാണാം. എന്തായാലും ഒരു ചിരിച്ച മുഖം കണ്ടു കേട്ടോ. സന്തോഷം. എന്തായാലും ആള് കങ്കുവയുടെ ആ ഒരു പരാജയത്തിൻ്റെ ആ ഒരു ആഘാതത്തിൽ നിൽക്കാൻ തോന്നുന്നു. കാരണം ആ മുഖത്ത് ഒരു വിഷമം നമ്മുടെ ഒരു സ്റ്റില്ല് വന്നപ്പോൾ കണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നപ്പോ ജ്യോതികയും സൂര്യയും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിട്ട് പല കാര്യങ്ങളും പല സ്ഥലത്തും വിളിച്ചു പറഞ്ഞു പോയി. പിന്നീട് ഇവരെയൊക്കെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഒരു 10-12 വർഷമായി തിയേറ്ററിൽ ഒരു ഹിറ്റ് ഉണ്ടായിട്ട്. അതെ. അപ്പോൾ ആളുടെ ഒരു വലിയ എഫേർട്ട് ഈ സിനിമക്ക് ഉണ്ട് കങ്കുവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ എഫേർട്ട് അവിടെ വെറുതെ ആവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു തിരിച്ചുവരവ് തിയേറ്ററിൽ ഒരു വിജയം ഉണ്ടാക്കിയിട്ട് ഒരു തിരിച്ചുവരവ് ആൾ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിക്കാൻ മാത്രമല്ല, അതിനുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ആണ് ഇവിടെ തകർന്നു വരുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ പറയില്ലേ, കോൺഫിഡൻസ് വേണം, പക്ഷെ അത് ഓവർ ആവരുതെന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് ഓവറായി പോയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ടാവും. കാരണം ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ
ഒരു അത്ര എന്താണ് നമ്മൾ ഓർക്കില്ലേ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു ടിക്കറ്റ് ഒക്കെ കയ്യിൽ വെച്ചോ ഡേറ്റ് ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞു. ഓഡിയോ ലോഞ്ചിന്റെ നമ്മളന്ന് അത് റിയാക്ഷൻ ചെയ്തപ്പോൾ എമ്മാരി കോൺഫിഡൻസ് ആണ്. സംഭവം കോൺഫിഡൻസ് ആയിരുന്നു, പക്ഷെ അത് ഓവറായിരുന്നു എന്ന് മാത്രം. എന്തായാലും അടുത്ത കിഴി ധീരൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ദേവദത്ത് ഷാജി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആള് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. ആള് തന്നെയാണ് ബസ്സിലൊക്കെ ഇരുന്നിട്ടാണ് ആള് ഡയറക്ഷൻ ചെയ്യുന്നത്. അടുത്തത് അവറാച്ചൻ ആൻഡ് സൺസ്, കൊള്ളാം. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രൊഡക്ഷനിൽ വരുന്ന 35ാമത്തെ സിനിമ. ബിജു മേനോനാണ് നായകനായിട്ട് വരുന്നത്. തമ്പിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തമ്പി ആ തമ്പിയല്ല. ഓ കേട്ടിട്ടുണ്ടോന്നോ? ഓക്കെ, അടുത്ത വാവ്, പ്രശാന്ത് നീൽ NTR മൂവി. സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. റൂമറാണ്. രുക്മിണി വസന്ത് സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആള് ഇതിൽ സൈൻ ചെയ്തു എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. പ്രശാന്ത് നീൽ NTRനെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമൊക്കെ വരും. വൈ ബ്രോ വര. അടുത്തത് മാക്സ് സിനിമ ഡിസംബർ 25-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ടോ. ഇന്നലെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ബോക്സ് ഓഫീസിൽ കന്നഡയിൽ നിന്നും മാക്സ്, മലയാളത്തിൽ നിന്ന് നമ്മുടെ ബറോസും മുട്ടും, തമിഴിൽ നിന്ന് വരാനുണ്ടാവും. എന്തായാലും ക്രിസ്മസ് അതല്ലേ, വരാണ്ടിരിക്കൂല. മാക്സ് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ കേട്ടോ. ഓക്കെ, അടുത്ത കിഴി കഴിഞ്ഞോ? ആവേശം മാർക്കോ. ആവേശമല്ല കിട്ടിയിരിക്കുന്നത്, മാർക്കോ ആണ്. അത് തന്നെ ആവേശം. മാർക്കോ എന്ന് കേട്ടാൽ തന്നെ ഇപ്പൊ ഒരു ആവേശം. അതെ, സത്യം. മാർക്കോ സിനിമയുടെ ലിറിക്കൽ വീഡിയോ വരുന്നുണ്ട്. ഒരു പ്രൊമോ സോങ് ആണ്. നാളെ 5 മണിക്കാണ് ഇത് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ബേബിജീനാണിത് പാടുന്നത്. അടുത്തൊരു വെടിച്ചില്ല ഐറ്റം, അടുത്ത ട്രെൻഡ്. അടുത്തത് പ്രൊമോഷൻ വർക്കുകളൊക്കെ വേറെ ലെവലാട്ടോ. കണ്ടു പഠിക്കണം. അടുത്തത് DQ ആൻഡ് നഹാസ് ഹിദായത്ത് മൂവി. സിനിമയുടെ ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ്? ഹൈദരാബാദ്. അത് നോക്കണ്ട, അത് വിട്ടുള്ള കളി. ഗോവ. അത് ഹൈദരാബാദ് വിട്ടിട്ടുണ്ട്. ഗുജറാത്ത് അല്ലേ? ഗോവ. വെരി പ്ലസന്റ് സർപ്രൈസ്. പിന്നെ അടുത്തത് ഗുജറാത്ത്. സർപ്രൈസ്. പിന്നെ അടുത്തടുത്താ, വലിയ കുഴപ്പമില്ല. കേരള. ഭാഗ്യം കേരളം ഉണ്ടെന്ന്. കേരളം വേണമെന്നൊക്കെ DQ നഹാസ് കേരളത്തിൽ വേണോ എന്നൊക്കെ എനിക്ക് വലിയൊരു പരിചയമില്ല. കേരളം എനിക്ക് വലിയൊരു. ഹൈദരാബാദ് ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എന്നെ കണ്ണടച്ചിട്ട് ഞാൻ എയിലേക്ക് പോയിട്ട് വരുന്നത്. ഇത് എനിക്ക് അറിയാത്തൊരു സ്ഥലമായി. ഞാൻ മറന്നു തുടങ്ങിയിരിക്കുകയല്ല, മറന്നു കഴിഞ്ഞിരിക്കുന്നു. അയ്യോ. ഓക്കെ, അടുത്ത കിഴി ജയിലർ 2 സിനിമയുടെ പ്രൊമോ ഷൂട്ട് എന്നടാ ഡിസംബർ 5-ാം തീയതി ചെന്നൈയിൽ വെച്ചിട്ട് പ്രൊമോ ഷൂട്ട് നടക്കാൻ പോകുന്നു. കാത്തിരിപ്പോ. അതൊന്ന് കാണണം. അതിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പൊ ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തിയ 3 പേരും ഉണ്ടാവൂലേ? ഉണ്ടാവണ്ടേ? പിന്നെ അപ്പോഴല്ല അതിന്റെ ഒരു പവർ വരുള്ളൂ. ചിലപ്പോ രജനീകാന്തിന്റെ മാത്രമായിരിക്കും, തലൈവറെ മാത്രമായിരിക്കും കാണിക്കുക. പണ്ട് വന്ന പോലെ, ജയിലറിന്റെ വന്ന പോലെ. അതേപോലെ തന്നെ അതിന്റെ വേറെ രീതിയിലുള്ള ഒരു പരിപാടി പിടിക്കും. കാരണം നെസ്ലൻ അതെ കോമഡി സാധനമായിരിക്കും. നെൽസൺ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കോമഡി ആയിട്ടാണോ ഇനി അന്ന് വന്ന പോലെ ഹുക്കും എന്ന് പറഞ്ഞിട്ട് സാധനം വന്ന ഓർമ്മയില്ല. അതുപോലത്തെ ഒരു സാധനമൊക്കെ ആണെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും ആ BGM അല്ലേ വിടുള്ളൂ. മാറ്റാൻ പറ്റൂലല്ലോ. ആദ്യത്തെ ഷോട്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആ സാധനം ഹുക്കും, ടൈഗർ കാ ഹുക്കും. അയ്യോ, അത് 3 പേരും കൂടി ഉണ്ടായിരുന്നു. എന്താ മോനെ, ശരിക്കും ഇതിപ്പോ ലാസ്റ്റ് നമ്മൾ ക്ലൈമാക്സില് 3 പേര് ഒരൊറ്റ സ്ക്രീനിലല്ല, 3 സ്ഥലങ്ങളിലാ. എന്നിട്ട് ചുരുട്ട് വലിക്കുന്നു. അത് ഒരുമിച്ച് ഒരു ഒറ്റ തീയിൽ നിന്ന് അതുങ്ങാനും വന്നാണ്ടല്ലോ. പ്രൊമോ അങ്ങനെയാണെങ്കിൽ അതുങ്ങാനും വന്ന തീ പൊരിയായിരിക്കും. പിന്നെ ഇന്ത്യ കത്തി. അടുത്തത് അമൽ നീരദ് ലാലേട്ടൻ മമ്മൂക്ക മൂവി വരുമെന്ന് കേരള കൗമുദി പറയുന്നു. അത് അമൽ നീരദ് അറിഞ്ഞിട്ടുണ്ടോ, മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടോ,
അല്ലെങ്കിൽ ലാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞു. എന്തായാലും കേരള കൗമുദി അറിഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ റൂമർ വന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു സിനിമ അല്ല. അമൽനീരത് ലാലേട്ടൻ മൂവി ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതില് മമ്മൂക്ക ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. മമ്മൂക്കല്ല, അതായത് ആൾറെഡി ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക, ലാലേട്ടൻ, പിന്നെ ആന്റണി പെരുമ്പാവൂർ, ഇവർ 3 പേര് ഒരുമിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അത്. ആ ഒരു സിനിമയാണ് ശരിക്ക് പ്രൊഡക്ഷനൊക്കെ മാറിയിട്ട് മഹേഷ് നാരായണന്റെ ചെയ്യുന്നത്. അത് പ്രൊഡക്ഷൻ മാറിയെന്നുള്ളൂ. ഇത് ഞാൻ എന്തിനാണ് പ്രൊഡക്ഷൻ മാറിയെന്നുള്ളൂ. അല്ലാതെ ഇനി മറ്റൊരു സിനിമ ഉണ്ടാവാതിരിക്കാം, പക്ഷെ അതെന്തായാലും അമൽനീരത് ചെയ്യുന്നില്ല. അതെ, അതത്രേ ഉള്ളൂ. അമൽനീരത് ഇനി ലാലേട്ടൻ്റെ ഒരു സിനിമ ഉണ്ട്, ശരിയാണ്, അതിൽ ഇനി അതും ഇത് എല്ലാം കൂടി ഇവര് മിക്സ് ആക്കിയിട്ട് ഓരോ സാധനം അടിച്ചിറക്കാം. അതായത് ഞാൻ വേറെ സിമ്പിൾ എടുക്കാൻ, ഇപ്പൊ മഹേഷ് നാരായണൻ മൂവിയില്ലേ, ലാലേട്ടനും മമ്മൂക്കയും കുറെ വർഷങ്ങൾക്ക് ശേഷം 16 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു വൈബ് അടുത്ത ഉടനെ തന്നെ വേറെ സിനിമ വരുമ്പോ കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അതൊരു ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം അതിന് ഇപ്പൊ ഇവര് ഒരുമിക്കുന്ന മാരക ഹൈപ്പാ. അതെ, കാരണം 10-16 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊരു സിനിമ വരുന്നത്. അതെന്തുകൊണ്ടാ? അത് ഈ അടുത്തൊന്നും ഇവർ രണ്ടുപേരും ഒരുമിക്കാത്തോണ്ടാ. അതെ, ഇത് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് വന്ന ആർക്ക് എന്തെങ്കിലും വില ഉണ്ടാകുമോ? അതൊരു സത്യമല്ലേ? സത്യല്ലേ? പിന്നെ പച്ച പരമാർത്ഥം. അടുത്ത കിഴി വിലായത്ത് ബുദ്ധ സിനിമയുടെ ഷൂട്ട് ജനുവരിയിലായിരിക്കും എന്നൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഡിസംബറിൽ നമ്മുടെ പൃഥ്വിരാജ് നേരെ പോയിട്ട് ഓടിപ്പിടിച്ച് വിലായത്ത് ബുദ്ധ ഷൂട്ട് ചെയ്യും. ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് വീക്കോടെ കൂടെ എമ്പുരാന്റെ ഷൂട്ട് കഴിയും. അതെ, അതിനുശേഷം വിലായത്ത് ബുദ്ധ, ശേഷം വീണ്ടും എമ്പുരാന്റെ വർക്കിലേക്ക് പിന്നെ അപ്പുറത്ത് കിടക്കുമല്ലേ സലാർ സിനിമകളെ. അയ്യോ, SS രാജമൗലി ചിത്രം. SS രാജമൗലി സിനിമ എന്താണെങ്കിലും പൃഥ്വിരാജിനെ കിട്ടാൻ. ഇനി മലയാളത്തിൽ നിന്ന് പറയാം, നോബഡി, നമ്മുടെ വിപിൻ ദാസ് ചെയ്യുന്ന സിനിമ ഉണ്ടല്ലോ, സന്തോഷ് ട്രോഫി, പിന്നെ വേറെ ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ, അത് എമ്പുരാനല്ലേ. എമ്പുരാന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൂടെ പോകണം. എന്തൊക്കെയുണ്ട് പരിപാടികൾ. എന്താണെങ്കിലും പിന്നെ ഖലീഫ് ഉണ്ട്. അതെ, ഖലീഫ് ഉണ്ട്. അപ്പോൾ കുറേ സിനിമകളുണ്ട്. എന്താണെങ്കിലും ഗംഭീരമാവട്ടെ. പരിപാടികൾ ഗംഭീരമാകുമ്പോൾ സംഭാവനകൾ കൂമ്പാരമാവുന്നല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? എടാ വാ തുറന്ന് വല്ലതും പറയണോ? സ്വന്തമായിട്ട് ഇടുന്നതിന് മാത്രമേ ഇവിടെ സപ്പോർട്ടുള്ളൂ. കണ്ടോടത്തുനിന്ന് എടുക്കുന്നില്ല. വേറെ ആരെങ്കിലും പറഞ്ഞതെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആണല്ലേ? വേണ്ടാത്ത വല്ലതും പറയുന്നത് ഇവിടെ കേട്ടാ. അപ്പൊ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷം ഉടനെ കാണാം. ബൈ.